തനിയേ മിഴികൾ തുളുമ്പിയോ വെറുതെ മൊഴികൾ വിതുമ്പിയോ മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം പൊന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവിൽ ചിറകേറണം ആശതൻ. നമ്മുടെ തൃശ്ശൂർ തന്നെ പയ്യന്നൂറാണ് താൽക്കാലിക ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് 2017 നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റി ആരംഭിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷം. ഞാനാണ് ഇത് തുടങ്ങിയത്. ഞാൻ ഒരു ഭിന്നശേഷിക്കാരനാണ്. കാഴ്ചയ്ക്ക് 90% കാണില്ല എന്നുള്ളൂ, ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരുടെ മനസ്സിൻ്റെ വേദനകൾ അല്ലെങ്കിൽ ശാരീരിക വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് രൂപീകരിച്ചതാണ് ഈ ദർശന സർവീസ് സൊസൈറ്റി. ആദ്യം ദർശന ക്ലബ്ബ് എന്ന പേരിലായിരുന്നു ആരംഭിച്ചത്. പിന്നീട് ഇപ്പോൾ ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ അത് രജിസ്റ്റേർഡ് ആയിട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ദർശന സർവീസ് സൊസൈറ്റിയും ദർശന ക്ലബ്ബും രജിസ്റ്റേർഡ് ആണ്. അയ്യന്തോട്ടത്താണ്. അവിടെ ഒരു താൽക്കാലികമായിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ തുടങ്ങി. യെസ്, അതായത് ആദ്യം എനിക്ക് ബ്ലൈൻഡ് ആയിരുന്നു. ഞാൻ അമല ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ വന്നിട്ട് എന്നോട് ആവശ്യപ്പെടുകയാണ്, അച്ഛൻ ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണമെന്ന്. ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കണം, നമുക്ക് അങ്ങനെ ഒരു ടീം തൃശ്ശൂരിലില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ആദ്യം ക്രിക്കറ്റ് ടീം രൂപീകരിച്ചു. പിന്നീട് ശിങ്കാരിമേള, ബ്ലൈൻഡ് ശിങ്കാരിമേള രൂപീകരിച്ചു. പിന്നെ അതിനെ തുടർന്ന് നമ്മൾ വീൽ ചെയറിലായിരിക്കുന്നവർക്ക് ബാസ്കറ്റ് ബോൾ രൂപീകരിച്ചു. അങ്ങനെ ഇപ്പോൾ സ്വിമ്മിങ് ലെവലിൽ നമ്മൾ ജർമ്മനി വരെ പോകാനായിട്ട് കുട്ടികൾക്ക് അവസരം കിട്ടി എന്നുള്ളതാണ്. സ്വിമ്മിങ്ങിലും അതുപോലെ തന്നെ അത്ലറ്റ് മീറ്റ് നമ്മൾ സൊസൈറ്റി നമ്മുടെ തൃശ്ശൂർ തന്നെ പയ്യന്നൂറാണ് അതിൻ്റെ താൽക്കാലിക ഫെസ്റ്റിവൽ ആദ്യമായിട്ട് നടത്താനാണ് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നവജ്യോതി കോളേജിൽ വന്നിട്ട് സാറിൻ്റെ അഭിപ്രായം. നവജ്യോതി കോളേജിൽ വന്നതിന് ശേഷം നമ്മൾ പല കോളേജിലേക്കും നമ്മൾ ചോദിച്ചായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രിൻസിപ്പൾ നമ്മൾ കേട്ട ഉടനെ തന്നെ അവർ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി അവർ കാണിച്ചു. നമ്മൾ പോലും ഇത്ര പ്രിപ്പയർഡ് അല്ല. തല ദിവസം അച്ഛനെന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി ആദ്യം ഭയങ്കരമായിട്ട് പണ്ടടിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ പ്രതീക്ഷകളും കൂടുതലാണ് ഇവിടെ നമ്മുടെ സർവീസും നമ്മളോടുള്ള എല്ലാ അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള സ്റ്റുഡൻസും ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാം നല്ലതാണ്. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ കുട്ടികളെ കാണാനും ഞങ്ങൾക്ക് ബി എസ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്കും ഇങ്ങനെ പഠിക്കാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് മാത്രം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ശേഷം. അപ്പോൾ ഈ സംഘടനയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തുള്ള കുട്ടികളെ കാണുന്നതും എൻ്റെ പ്രശ്നം ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ ഇത്ര നാൾ വിചാരിച്ചിട്ടുള്ളത്. ഇവരെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇത് ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റുമോ എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ എന്തൊക്കെ ഐറ്റംസിനാണ് ജഡ്ജസ് ആയത്? ഞങ്ങൾ 3 ഐറ്റത്തിനാണ് ജഡ്ജ് അപ്പോൾ എന്താണ് കുട്ടികളെ കഴിവ് കണ്ടപ്പോൾ എന്താണ് നിങ്ങളുടെ സാധാരണ ഒരാൾക്കാർക്ക് തന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെറുതെ എല്ലാവരും സ്പെഷ്യലി ഏബിൾഡ് വിളിക്കുന്നത് അതുകൊണ്ടാണ്. തെറ്റിച്ചിട്ടില്ല, ആരും തെറ്റിച്ചിട്ടില്ല.
എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് താളത്തിന്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമൊക്കെയല്ലേ ആർട്സ് ഫെസ്റ്റിവലിന് കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം എന്താണ് പറയാനുള്ളത്? തുടക്കം തന്നെ പറയുകയാണെങ്കിൽ അവരുടെ റിസപ്ഷൻ നല്ല രീതിയിലുള്ളൊരു അപ്രോച്ചാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. കുട്ടികളെ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തിക്കുന്നത് ഉൾപ്പെടെ നല്ല ഫുഡായാലും എല്ലാ ആവശ്യങ്ങളും നേടാനായിട്ടുണ്ട്. അവർ സജ്ജരായിട്ട് തയ്യാറായിട്ട് കയറിയിട്ടുണ്ട്. അത് വലിയ സന്തോഷം. കുട്ടികളുടെ ഈ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അവരുടെ കലാവാസനകളെ വികസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടുമെന്ന് വലിയ സന്തോഷം. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു മത്സരം നടന്നപ്പോൾ ഉള്ളിൽ തോന്നിയത്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അംഗീകാരം കിട്ടുന്നതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഉണ്ണികളുടെ ഒരു എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ട് തന്നെ ആളെന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നേരം വൈകി. പിന്നെ എങ്ങനെയാ ഇത് മുന്നേ പഠിച്ചിട്ടുണ്ടോ? മുന്നേ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ക്ലാസിക്കൽ ഒരുപാട് വർഷം പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ് എടുത്തിരുന്നു. പിന്നെ 20 വർഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. മുന്നേ ഇതുപോലെ മറ്റു പരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതുപോലെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ വരുമ്പോൾ ഇതുപോലെ പരിശ്രമിക്കാൻ തീർച്ചയായും പങ്കെടുക്കും. അപ്പോ പൈസ കിട്ടില്ലോ? എന്താ തോന്നുന്നേ? സന്തോഷാണ്. പിന്നെ എന്തൊക്കെ എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട്? ഈ എക്സ്പീരിയൻസ് വന്നത് ഇത് ഗാനം പാടി പറഞ്ഞു